ട്രാവൽ ആൻഡ് തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് എൻ്റെ അച്ഛൻ മരിച്ചൊരു വർഷം തികയുന്ന ദിവസമാണേ. ബലിയിടാൻ വേണ്ടി ഞാൻ രാവിലെ തന്നെ യാത്ര പുറപ്പെട്ടു. എൻ്റെ യാത്ര ചെന്നെത്തിയത് തിരുവല്ലത്തുള്ള ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം അവിടെയായിരുന്നു. ഏതൊരു ആത്മീയ അന്വേഷകൻ്റെയും യാത്രയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണത്. കരമനയ്ക്കടുത്താണ് ഈ ക്ഷേത്രം. ശ്രീ മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ മുനി പരശുരാമന് സമർപ്പിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് കേട്ടോ ഇത്. എന്തുകൊണ്ടാണ് മറ്റു ക്ഷേത്രങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ബലിയിടാൻ വേണ്ടി ഈ പരശുരാമ ക്ഷേത്രത്തിൽ, കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രത്തിൽ തന്നെ എത്തേണ്ടി വന്നത് എന്നതിൻ്റെ ഉത്തരം ഇതായിരുന്നു. പിതാവിൻ്റെ കൽപ്പന പ്രകാരം അമ്മയെ കൊല്ലേണ്ടി വന്നതിൽ അസ്വസ്ഥനായ പരശുരാമൻ പരമശിവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് വിശ്വാസം. അങ്ങനെയാണ് അദ്ദേഹം കരമനയുടെ തീരത്ത് ബലിതർപ്പണം അർപ്പിക്കാൻ വേണ്ടി, അതായത് അമ്മയ്ക്ക് വേണ്ടി ബലിതർപ്പണം അർപ്പിക്കാൻ വേണ്ടി എത്തുന്നത്. പിന്നീട് മഹാവിഷ്ണുവിൻ്റെ തീവ്ര ഭക്തനായ നമ്മുടെ വില്ലുമംഗലം സ്വാമിയാർ, എല്ലാവർക്കും അറിയാമല്ലേ, വില്ലുമംഗലം സ്വാമിയാർ ഈ ക്ഷേത്രത്തിലെത്തുകയും ഈ പരിസരത്ത് എത്തുകയും ഇവിടെ ക്ഷേത്രം പണി കഴിപ്പിച്ചു എന്നതാണ് വിശ്വാസം. ഈ ശാന്തമായ സ്ഥലത്ത് വരാൻ സ്വാമിക്ക് അവസരം ലഭിച്ചു. അവിടെ പരശുരാമന് വലിയ പ്രസക്തമായൊരു സാന്നിധ്യം ഇല്ല എന്ന് കണ്ടപ്പോഴാണ് പരശുരാമനെ തന്നെ ശ്രീ ക്ഷേത്രത്തിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. നല്ല മഴയായിരുന്നു, കൊടും മഴയത്തായിരുന്നു ഞാനിവിടെ ബലിതർപ്പണം ചെയ്തത്. അതുകൊണ്ട് തന്നെ നന്നായി മഴ നനഞ്ഞു. അതാണ് എൻ്റെ ശബ്ദത്തിന് ഇത്രയും മാറ്റം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടത്തിന് മുകളിൽ തന്നെ നമുക്ക് കോടാലി പിടിച്ച് നിൽക്കുന്ന പരശുരാമൻ്റെ ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. അകത്ത് കടന്നാൽ ക്ഷേത്രക്കുളവും ഒക്കെയുണ്ട്. പക്ഷേ ക്ഷേത്രത്തിനകത്ത് വീഡിയോ എടുക്കുന്നത് അത്ര ഉചിതമല്ലാത്തതിനാൽ അകത്ത് അധികം വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഒഴിഞ്ഞ ഇലകൾ പിന്നീട് നമ്മൾ കുളിക്കടവുകളിൽ കൊണ്ടുപോയിട്ട് നദിയിലേക്ക് ഒഴുക്കുന്നു. അവിടെ നിന്ന് ദേഹശുദ്ധി വരുത്തി കുളിച്ച് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നു. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്ത് കയറി തിലഹോമം എന്ന് പറയുന്നൊരു ഹോമം കൂടിയുണ്ട്. ആ തിലഹോമം ആവശ്യപ്പെട്ട് അതും ചെയ്യുന്നു. ഭഗവാനെ സന്ദർശിക്കുന്നു. ശ്രീ പരശുരാമനോട് പ്രാർത്ഥിച്ച് വണങ്ങി തിരിച്ചു. തിരുവല്ലത്തുള്ള കേരളത്തിലുള്ള ഏക ശ്രീ പരശുരാമ ക്ഷേത്രത്തിനെക്കുറിച്ചും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, ധാരാളം പറയാനുണ്ടായിരുന്നിട്ടും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ട്രാവൽ ആൻഡ് തോട്ട്സ് എന്ന ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണേ. അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷനും നിങ്ങളുടെ സ്നേഹവും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും പുതിയ വീഡിയോകളും പുതിയ അറിവുകളുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാകുന്നു. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, സീ യു.